യഥാർത്ഥത്തിൽ അന്ന് ഈ മൊബൈൽ ഫോണ്, SMS, വാട്സപ്പ് കൊണ്ടായിരുന്നല്ലോ മധുസാറിൻ്റെ കാര്യം കട്ടപ്പുകയായിരുന്നു. സീരിയസ് ആയിട്ട് പറയാം. ആരാധികമാരുടെ ഒരു സംസ്ഥാന സമ്മേളനമാകുമായിരുന്നു. പരീക്കുട്ടിയെ എന്തായാലും എനിക്കൊരു സന്തോഷമുണ്ട്. അന്ന് കിട്ടാതിരുന്ന എല്ലാം മധുസാറിന് പരിചയടക്കം ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കിട്ടട്ടെ. അതിന് നമുക്കൊരു അസൂയില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. എന്തായാലും നായികയെ മധുസാർ സ്പർശിച്ചില്ലല്ലേ? തൊട്ടില്ല? ഇല്ല. ഈ ചെമ്മീനില്ലേ? ചെമ്മീനില്ല. വരട്ടെ. എന്താ കൊച്ചു മുതലാളി, എന്നെ ഓർമ്മയുണ്ടോ? ചെമ്മീന് ശേഷം നമ്മൾ എത്രയോ പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ ഞാൻ അഭിനയം നിർത്തി തിരിച്ചു വന്നു. അതിനുശേഷം നമ്മൾ ഒരു പടത്തിൽ പോലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഒരു ഫംഗ്ഷന് നമ്മൾ ഒരുമിച്ച് പോയി. ചെമ്മീൻ്റെ 30ാമത്തെ കൊല്ലം നമ്മളെല്ലാവരും കൂടി ആ സെയിം കടപ്പുറത്ത് അവിടെ പോയിട്ടൊരു വലിയ ഫംഗ്ഷൻ. ഇന്നേ വരയ്ക്കും ഈ ഇന്ത്യയിലുള്ള അത്രയും ക്രൗഡുള്ള ഒരു ഫംഗ്ഷൻ ആരും കണ്ടു കാണില്ല. അത്രത്തോളം ആൾക്കൂട്ടമായിരുന്നു. എനിക്ക് ആ ഒരു ഫംഗ്ഷൻ മറക്കാനേ ഒക്കില്ല. കാരണം ഒരു പടം റിലീസായി 30ാമത്തെ കൊല്ലം അതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റും ആ സെയിം ലൊക്കേഷനിൽ. എനിക്ക് വാസ്തവത്തിൽ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് കോരിത്തിരിക്കുന്നു. എന്നാലും നമ്മളെപ്പോഴും ഇങ്ങനെ കാണാനും സംസാരിക്കാനും ദൈവം ഇടവരുത്തിയല്ലോ. ഇനിയും മധുസാർ ഒരുപാട് കൊല്ലം നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. സാറേ, വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഷീലാമ്മയ്ക്ക് ചെമ്മീനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു കോരിത്തിരിപ്പിലൊരു മാറ്റമില്ല. എൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് മൂടുപടത്തിലെ ശീലയായിരുന്നു. ആദ്യമായിട്ട് അത് ഇതാ സെയിം കടപ്പുറത്ത് ഞങ്ങൾ അന്ന് മീറ്റിങ്ങിന് ചെമ്മീൻ്റെ 30ാം വാർഷികത്തിന് അതേ കടപ്പുറത്ത്, ഈ കടപ്പുറത്ത് ഞാൻ പാടിപ്പാടി ചങ്ക് വെട്ടി മരിക്കുമെന്ന് പറഞ്ഞ് പരീക്കുട്ടി നടന്ന കടപ്പുറം. അതെ. എന്തായാലും ഇതൊക്കെ ചരിത്രത്തിൻ്റെ സുവർണ ഏടുകളാണ്. മലയാള സിനിമയ്ക്ക് എന്താ പറയുക, ലോകപ്രശസ്തി നേടിക്കൊടുത്ത സിനിമയാണ്. ഈ സിനിമ പിന്നീട് ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. ദേശീയ പുരസ്കാരങ്ങൾ. രാമു കാര്യാട്ടത്തുള്ള സംവിധായകൻ ഇന്ത്യയിലെ മുൻനിര സംവിധായകനായി. മധുസാർ മലയാള സിനിമയിലെ ചക്രവർത്തിയായി മാറി. ചക്രവർത്തിയൊന്നും ആയില്ലേ? എംബറർ, ഇംഗ്ലീഷ് പറയാൻ ഞാനൊന്നത്. അതെ. ഇതിനൊക്കെ ഇടയിലും ഒരു വളരെ രസകരമായൊരു സംഭവമാണ്. ഒരു പക്ഷേ മധുസാർ സൂചിപ്പിച്ചു. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻ്റർവ്യൂവിന് അത് ഞാനത് പറയണം. എന്താ കാരണം വെച്ചാൽ ഇതൊരു പൂർണ്ണമാകണമെങ്കിൽ മലയാളത്തിലെ എണ്ണമറ്റ സാഹിത്യ സൃഷ്ടികളിലെ കഥാപാത്രം മധുസാറായിരുന്നു. എവിടെയോ നിങ്ങൾ തമ്മിലൊരു അന്തർലീനമായിട്ടൊരു ബന്ധമുണ്ട്. അതൊരു മഹാഭാഗ്യമാണ് സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര നല്ല ക്യാരക്ടേഴ്സ്, എത്ര നല്ല നോവൽസ് അതുവരെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മിക്കവാറും ഉള്ളതിലെല്ലാം എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സാഹിത്യ കൃതികളിലെല്ലാം തന്നെ അതിൽ ഏറ്റവും വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുന്നതും കാത്തിരിക്കുമായിരുന്നു. ഉമ്മാച്ചു സീരിയലൈസ് ചെയ്തിട്ടുണ്ട്. ഈ വന്നു കഴിഞ്ഞാൽ ഉടനെ വായിക്കണം. അത് ഉറുവിൻ്റെ ഈ മായൻ എൻ്റെ മനസ്സിൽ ഈ പരീക്കുട്ടിയെ പോലെ തന്നെ കിടന്നുകൂടിയ ഒരു ക്യാരക്ടറായിരുന്നു. അവസാനം മായൻ എനിക്ക് അഭിനയിക്കാൻ കിട്ടി. ഉമ്മാച്ചുവിൽ എനിക്ക് മായനായിട്ട് കിട്ടി. അതുപോലെ പുള്ളിമാനിലെ ദേവര അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല പുള്ളിമാനിലെ. അന്ന് അതും ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ തന്നെ ആ കഥാപാത്രമായിട്ട് മനസ്സറിഞ്ഞ് മാറുമല്ലേ? അറിയാതെ തന്നെ നമ്മൾ അങ്ങോട്ട് പ്ലേസ് ചെയ്തു പോകും. അതൊക്കെ ആഗ്രഹിച്ച ആ ക്യാരക്ടേഴ്സ് എല്ലാം കിട്ടി. അതല്ലാതെ തന്നെ MTയുടെ ആയിക്കോട്ടെ, തകഴിയുടെ ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, MTയുടെ ഓളവും തീരും ഒരു സിനിമ ഹീറോ അല്ലല്ലോ. ഇത്രയും നല്ലൊരു ഒരു പടം, ഒരു നല്ലൊരു ക്യാരക്ടർ, അഭിനയിക്കാൻ നല്ല സ്കോപ്പ്, അങ്ങനെയുള്ള സാഹിത്യം നമ്മുടെ സാഹിത്യകാരന്മാരുടെ കൃതികളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്.